അപ്പോൾ നമ്മൾ സീക്വൻസിനെ കുറിച്ച് എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു, അതിൻ്റെ ലിമിറ്റിനെ കുറിച്ചൊരു ഇൻട്രഡക്ഷൻ കൊടുത്തു കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് ലിമിറ്റിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എ എന്നും ബി എന്നും എന്ന് പറഞ്ഞ രണ്ട് സീക്വൻസ് കൺസിഡർ ചെയ്യുകയാണ്. ഈ എ എന്നും ബി എന്നും എന്താണ്? ഇത് രണ്ടും കൺവേർജൻറ്റ് സീക്വൻസ് ആണ്. കൺവേർജൻറ്റ് സീക്വൻസ് എന്നാൽ ഈ രണ്ട് സീക്വൻസിനും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ രണ്ട് സീക്വൻസ് നമ്മൾ കൺസിഡർ ചെയ്തു. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, അതായത് സീക്വൻസ് നമ്മളൊരു എ എന്നും ബി എന്നും വെച്ച് പുതിയൊരു സീക്വൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്, എ എൻ പ്ലസ് ബി എൻ. അതായത് ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എ എൻ സീക്വൻസിൻ്റെ ഫസ്റ്റ് ടൈമും ബി എൻ സീക്വൻസിൻ്റെ ഫസ്റ്റ് ടൈം ആഡ് ചെയ്തായിരിക്കും നമ്മുടെ എ എൻ പ്ലസ് ബി എന്നിൻ്റെ ഫസ്റ്റ് ടൈം. ഓക്കെ, അപ്പോൾ അതിൻ്റെ nth ടൈം എന്ന് പറഞ്ഞത് എ എൻ പ്ലസ് ബി എൻ ആയിരിക്കും. ഇങ്ങനെ ഒരു സീക്വൻസ് ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ലിമിറ്റ് ടെൻഡൻസി ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് എ എന്നിൻ്റെ ലിമിറ്റും അതേപോലെ ലിമിറ്റ് ടെൻഡൻസി ബി എന്നിൻ്റെ ലിമിറ്റും കൂടി ആഡ് ചെയ്തതായിരിക്കും എ എൻ പ്ലസ് ബി എന്ന് പറയുന്ന സീക്വൻസിൻ്റെ ലിമിറ്റ്. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എ എന്നോ ബി എന്നോ ഏതെങ്കിലും ഒരു സീക്വൻസ് കൺസിഡർ ചെയ്യുക, അതിൻ്റെ ഈച്ച് ടേമിനോട് ഒരു കോൺസ്റ്റൻറ്റ് സി മൾട്ടിപ്ലൈ, ഞാനിവിടെ എ എന്നാണ് എടുക്കുന്നത്, മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സീക്വൻസിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത്, അതായത് എ എന്ന് പറഞ്ഞ സീക്വൻസ് ഒരു കൺവേർജിങ് സീക്വൻസിൻ്റെ അതിൻ്റെ ഈച്ച് ടേമിനോട് ഒരു കോൺസ്റ്റൻറ്റ് ടൈം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പുതിയൊരു സീക്വൻസ് കിട്ടും അല്ലേ, സി ഇൻറ്റു എ എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്താൽ മതി? നമ്മുടെ എ എന്നിൻ്റെ ലിമിറ്റിനോട് സി മൾട്ടിപ്ലൈ ചെയ്തതിന് ഈക്വൽ ആയിരിക്കും. അതാണ് അതിൻ്റെ സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇനി തേർഡ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇപ്പോൾ എ എൻ പ്ലസ് ബി എൻ എടുത്ത പോലെ തന്നെ നമ്മൾ വേറൊരു സീക്വൻസ് എടുക്കുകയാണ്, അത് എ എൻ ഇൻറ്റു ബി എൻ ആണ്. ഓക്കെ, അതിൻ്റെ ഈച്ച് ടേം എന്ന് പറയുന്നത്, ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എ എന്നിൻ്റെ ഫസ്റ്റ് ടേമും ബി എൻ്റെ ഫസ്റ്റ് ടേമും മൾട്ടിപ്ലൈ ചെയ്തായിരിക്കും. സെക്കൻഡ് ടേം പറഞ്ഞാൽ അതിൻ്റെ രണ്ട് സെക്കൻഡ് ടേമുകൾ മൾട്ടിപ്ലൈ ചെയ്തായിരിക്കും. അപ്പോൾ അങ്ങനെ കിട്ടുന്ന സീക്വൻസാണ് എ എൻ ഇൻറ്റു ബി എന്ന് പറയുന്നത്. ഇതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് എ എന്നും ബി എന്നും കൺവേർജൻ്റ് ആണെങ്കിൽ ഇതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻഡിവിജ്വലി എ എൻ ഇൻറ്റെയും ബി എൻ ഇൻറ്റെയും ലിമിറ്റ് കണ്ട് അത് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതാണ് നമ്മളുടെ തേർഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇനിയുള്ളത് ഫോർത്ത് പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അത് നമ്മളിപ്പോൾ ആഡിൻ്റെ പറഞ്ഞു, മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പറഞ്ഞു. ഈ ആഡ് ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ, മൈനസിൻ്റെ കാര്യം വ്യത്യാസങ്ങളൊന്നുമില്ല. ഇനി ഫോർത്ത് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മളെന്താണ്? ഡിവിഷനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അതായത് അതിന് മുന്നേ നമ്മൾ കുറച്ച് കണ്ടീഷൻ എടുക്കുന്നത്. ഈ കണ്ടീഷൻ എടുക്കുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി ബി എന്ന് പറയുന്നത് 0 ആവരുത്. അതായത് ബി എന്ന് പറഞ്ഞ സീക്വൻസിൻ്റെ ലിമിറ്റ് 0ലേക്ക് ആവരുത്, ബി എൻ 0ലേക്ക് കൺവേർജൻറ്റ് ചെയ്യരുത്. അതുപോലെ തന്നെ ഒരു എന്നിനും ബി എന്നിലെ ഒരു ടേം പോലും 0 ആവാൻ പാടില്ല. അപ്പോൾ നമ്മൾ ബി എൻ നോട്ട് ഈക്വൽ ടു 0 ഫോർ ഓൾ എൻ. അങ്ങനെയാണെങ്കിൽ ദെൻ ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി നമ്മളെന്താ എ എൻ ബൈ ബി എന്ന് പറഞ്ഞ സീക്വൻസ് എങ്ങനെയായിരിക്കും അതിൻ്റെ ലിമിറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ലിമിറ്റ് ബി എൻ 0ലേക്ക് പോകുന്നത് പറഞ്ഞാൽ ഡിനോമിനേറ്ററിൽ 0 വരും. ഡിനോമിനേറ്റർ 0 വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഡിഫൈൻഡ് ആണ്. അതുപോലെ തന്നെ ബി എന്നിൽ ഏതെങ്കിലും ഒരു ടൈം 0 ആയി കഴിഞ്ഞാലും ആ ഒരു സീക്വൻസിലൊരു ടൈം ഡിഫൈൻഡ് ആവാണ്ടാവില്ലേ, കാരണം ഡിനോമിനേറ്ററിൽ 0 വരും. അതുകൊണ്ടാണ് നമ്മൾ ഈ രണ്ട് കണ്ടീഷൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡിവിഷൻ്റെ ഇതേ സിമിലർലി പ്ലസും മൾട്ടിപ്ലൈ ചെയ്ത് അതേ സിമിലർലി തന്നെ എന്താണ് വരിക? ഇൻഡിവിജ്വലി ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി എ എന്നിൻ്റെ കാണുക ഡിവൈഡഡ് ബൈ ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി ബി എന്നിൻ്റെ ലിമിറ്റ്. അടുത്തെന്ന് പറഞ്ഞാൽ എഫ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ. എഫ് എന്ന ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. എവിടെ എ എന്ന് കൺവേർജ് ചെയ്യുന്നത്, എ എൻ്റെ ലിമിറ്റിംഗ് പോയിന്റിൽ, ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി എ എന്ന് പറഞ്ഞ പോയിന്റിൽ എഫ് കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എ എൻ. അപ്പോൾ എഫിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂസൊക്കെ എന്താണ്? എ എന്ന് പറഞ്ഞ സീക്വൻസിലെ പോയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഫംഗ്ഷൻ തന്നെയാണ്, പിന്നെ ഒരു സീക്വൻസ് നമുക്ക് അവിടെ കിട്ടില്ലേ. ആ സീക്വൻസിൻ്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഓക്കെ, ഈ സീക്വൻസിൻ്റെ എഫ് ഓഫ് എ എന്ന് പറഞ്ഞ സീക്വൻസിൻ്റെ ഫസ്റ്റ് ടൈം എന്തായിരിക്കും? എഫ് ഓഫ് എ വൺ, സെക്കൻഡ് ടൈം എഫ് ഓഫ് എ ടു, തേർഡ് ടൈം എഫ് ഓഫ് എ ത്രീ. അപ്പോൾ നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു സീക്വൻസ് കിട്ടും അല്ലേ. ആ സീക്വൻസിൻ്റെ ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി ആ സീക്വൻസ് കൺവേർജ് ചെയ്യുന്നതെന്ന് പറയുന്നത് എങ്ങോട്ടായിരിക്കും? എവിടെയായിരിക്കും? എഫ് ഓഫ് അറ്റ് ദ പോയിന്റ് ഓഫ് ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി എ എൻ. അതായത് എഫ് ഓഫ് എ എന്ന് പറഞ്ഞ സീക്വൻസ് അതിൽ ടേമുകൾ എങ്ങനെയാണ് ഞാൻ പറഞ്ഞു തന്നു. അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത്, അതിൻ്റെ കൺവേർജിങ് പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എഫ് ഓഫ് കൺവേർജിങ് പോയിന്റ് ഓഫ് എ ആയിരിക്കും. എ എന്ന് പറഞ്ഞ സീക്വൻസ് കൺവേർജ് ചെയ്യുന്ന പോയിന്റ് ഏതാണോ അതിൻ്റെ എഫ് ഓഫ് എ എൻ, ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി എ എൻ ആയിരിക്കും എന്ത് ചെയ്യുക? ഈ സീക്വൻസ് കൺവേർജ് ചെയ്യുക. ഓക്കെ,
അതേപോലെ തന്നെ സിമ്പിളായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി എന്താ ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനോ കോൺസ്റ്റൻറ്റോ ആണെങ്കിൽ അത് സി തന്നെയായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ 1/n ലിമിറ്റ് അത് ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി 1/n എന്ന് പറഞ്ഞ സീക്വൻസ് ആണ്, അതെപ്പോഴും 0 തന്നെയായിരിക്കും. ഇത് ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് പ്രോപ്പർട്ടികൾ ചെയ്യാനുണ്ട് കേട്ടോ. ഒരുപാട് പ്രോബ്ലം നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് ചെയ്യാൻ പറ്റും ഈ ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി 1/n 0 എന്നുള്ള റിസൾട്ട് വെച്ചിട്ട്. ഇനി പറയാൻ പോകുന്നത് നമ്മൾ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഉണ്ട്, അതിന് എക്സ് ടെൻസ് ഇൻഫിനിറ്റി റിയൽ ലൈനിൽ എക്സ് മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ ലിമിറ്റ് എൽ ആണെങ്കിൽ നമ്മൾ നാച്ചുറൽ നമ്പർ എന്നിൽ അത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലിമിറ്റ് എല്ലിലേക്ക് തന്നെയാണ് പോവുക. ഓക്കെ, ഇനി അടുത്ത് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു റിസൾട്ടാണ്. അതായത് നമ്മളൊരു 1ന് താഴെയും 1ന് മുകളിലും 1ലും വരുമ്പോൾ അതിൻ്റെ ലിമിറ്റ് എങ്ങനെയാണ് വർക്ക് ആവുക എന്ന് പറഞ്ഞിട്ട് ഒരു സംഖ്യകളുടെ ലിമിറ്റ് എങ്ങനെയാണ് പോവുകയെന്നാണ് ഈ പ്രോപ്പർട്ടി പറയുന്നത്. ഫോർ എക്സാമ്പിൾ ലിമിറ്റ് r ടെൻസ് ടു ലെസ് ദാൻ 1, ആറിൻ്റെ മോഡുലസ് 1നെക്കാട്ടിലും ചെറുതാണെങ്കിൽ 1നെക്കാട്ടിലും ചെറുതാണെന്ന് പറയുമ്പോൾ ഈ മോഡുലസ് ഓഫ് r ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ എന്താ, r എന്ന് പറയുന്ന വാല്യൂസ് -1ൻ്റെയും 1ൻ്റെയും ഇടയിലാണ് വരിക. അങ്ങനത്തെ വാല്യൂസാണ്, അങ്ങനത്തെ ഒരു വാല്യൂ ആണ് ആറിനെങ്കിൽ അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി r/n എന്ന് പറയുന്നത് 0 ആയിരിക്കും. അത് ഒന്നുമില്ല, നമ്മളിപ്പോൾ -1ൻ്റെ ഇടയിലെ സംഖ്യ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, നിങ്ങൾ 0.1 അല്ലെ 0.4 അങ്ങനത്തെ സംഖ്യകളായിരിക്കും അല്ലേ. ഇത് നമ്മൾ പവർ ചെയ്യുമ്പോൾ എന്താ ചെറുതായി വരില്ലേ, 0.1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0.01 എന്ന് വരും. 0 ഹോൾ ക്യൂബ് എന്താ വരിക, 0.001 എന്ന് വരും. അപ്പോൾ നമ്മളിത് എക്സ്പാൻഡ് പോകുന്നതനുസരിച്ച് 1 2 3 അങ്ങനെ പോകുന്നതനുസരിച്ച് ഈ വാല്യൂ 0ലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അതായത് r എന്നുള്ള വാല്യൂ -1ൻ്റെയും 1ൻ്റെയും ഇടയിലാണെങ്കിൽ അതിൻ്റെ ലിമിറ്റ് r/n, അതിൻ്റെ എക്സ്പോണൻറ്റിൻ്റെ ഒരു സീക്വൻസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട് എക്സ്പോണൻസ് 1 2 3 ആണ്, ഇതിൻ്റെ എക്സ്പോണൻ്റ് ആണ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോകുന്നത്, അത് അനുസരിച്ച് 0ലേക്കായിരിക്കും പോവുക. ഓക്കെ, അപ്പോൾ ആറിൻ്റെ വാല്യൂ -1ൻ്റെയും 1ൻ്റെയും ഇടയിലാണെങ്കിൽ ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി r/n 0 ആയിരിക്കും. അതുപോലെ r = 1 ആണെങ്കിൽ എന്താ വരിക, ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി r/n എപ്പോഴും 1 തന്നെ ആയിരിക്കും അല്ലേ. 1 ആണ് ഒരു കോൺസ്റ്റന്റ് സീക്വൻസ് അല്ലേ, ഇവിടെ 1ൻ്റെ എത്ര പവർ എടുത്താലും 1 തന്നെ വരിക. ഇനി അതുപോലെ തന്നെ ആൻഡ് ഇഫ് നമ്മൾ ഈ മോഡുലസ് ഓഫ് r ഗ്രേറ്റർ ദാൻ 1 ആവുകയാണെങ്കിൽ ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി വലിയൊരു r-നെക്കാട്ട് വലിയ സംഖ്യയാണെങ്കിൽ അതെന്ത് ചെയ്യില്ല, എക്സിസ്റ്റ് ചെയ്യില്ല അല്ലേ, അത് ഇൻഫിനിറ്റിയിലേക്ക് പോകും. നമ്മൾ 1നെക്കാട്ടും വലിയൊരു വാല്യൂ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ 2 എടുത്തു കഴിഞ്ഞാൽ 2ൻ്റെ പവർ കൂടുന്നതനുസരിച്ച് 2 ഇൻഫിനിറ്റിയിലേക്ക് പോകില്ല ചെയ്യുക. r ഗ്രേറ്റർ ദാൻ 1 അല്ലെങ്കിൽ -1 ആണെങ്കിൽ, 1ൻ്റെ കേസ് നമ്മൾ പറഞ്ഞു. ഇനി മോഡുലസ് ഓഫ് r ഗ്രേറ്റർ ദാൻ 1 -1 ആണെങ്കിൽ, -1 ആയാൽ എന്താ വരിക, ആ സീക്വൻസ് എങ്ങനെയാണ് വരിക, -1 1 -1 1. അപ്പോൾ ഇതൊരു എന്താ ഓസിലേറ്റിംഗ് സീക്വൻസാണ് വരിക. ഓസിലേറ്റിംഗ് സീക്വൻസിന് എന്താ രാവിലെ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഇങ്ങനത്തെ കേസാണെങ്കിൽ ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി r/n എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡസ് നോട്ട് എക്സിസ്റ്റ് അല്ലേ. അങ്ങനത്തെ ആണെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. ഇപ്പോൾ r ഗ്രേറ്റർ ദാൻ 1, മോഡുലസ് ഓഫ് r ഗ്രേറ്റർ ദാൻ 1 -1 ആണെങ്കിൽ എക്സിസ്റ്റ് ചെയ്യില്ല. മോഡുലസ് ഓഫ് r ചെറുതാണെങ്കിൽ, അത് -1ൻ്റെയും 1ൻ്റെ ഇടയിലാണെങ്കിൽ r/n എന്ന സീക്വൻസിൻ്റെ ലിമിറ്റ് 0ലേക്കാണ് പോവുക. r 1 ആണെങ്കിൽ ആ ലിമിറ്റ് എപ്പോഴും 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ലിമിറ്റിൻ്റെ പ്രോപ്പർട്ടീസ് എങ്ങനെ പ്രോബ്ലത്തിൽ നമ്മൾ ഉപയോഗിക്കാനാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി n-1/n ആണ്. അപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ചത് an/bn ഫോമുല ഒക്കെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെപ്പറേറ്റ് n ടെൻസ് n = ഇൻഫിനിറ്റി കൊടുത്തു വെക്കുക. അപ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമുക്ക് സെപ്പറേറ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഫിനിറ്റി ഫോമുലാണ് വരിക. അപ്പോൾ നമുക്ക് അതുകൊണ്ടൊരു കാര്യമില്ല. പിന്നെ ഉള്ളത് എന്താ, ഇനി ഒന്ന് റീഅറേഞ്ച് നോക്കുക. ഇൻഫിനിറ്റി ഫോം ഒന്നുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മളിന്ന് റീഅറേഞ്ച് ചെയ്യുന്നത്, ഞാൻ n-നെ ഈ ഡിനോമിനേറ്റർ n-നെ ഇൻഡിവിജ്വലി ഈ n-നും 1-നും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ എന്ത് വരും, n/n അത് 1 ആവും, n/n - 1/n വരും അല്ലേ. ആ സാധനം എന്താ വരിക, ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി 1 - 1/n. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ചു ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി an + bn ആണെങ്കിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി an + ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി bn കൊടുക്കുക അല്ലേ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സെപ്പറേറ്റ് ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി 1 - ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി 1/n. പ്ലസ് ആയാലും മൈനസ് ആയാലും റൂൾ ഒരുപോലെയല്ല വരുന്നത്. അവിടെ ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി 1 വരും, n ടെൻസ് ഇൻഫിനിറ്റി 1/n 0 ആണ് നേരത്തെ കിട്ടി, 1 + 0 എന്ന് വരും 0. ഓക്കെ,
അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച പ്രോപ്പർട്ടീസ് മാത്രം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും. ഇതേപോലെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്ന വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 3n+1 ഇൻറ്റു n - 2 ഇൻറ്റു n+3. ഓക്കെ, ആദ്യം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും കൊടുക്കുക. അപ്പം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? നേരത്തെ പറഞ്ഞ പോലെ ഇൻഫിനിറ്റി എന്ന ഫോമിലല്ല വരിക. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് റീഅറേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററും ഞാൻ എന്നിനെ പുറത്തേക്ക് എടുത്തു. അപ്പോൾ ഇവിടുന്ന് എന്നിനെ പുറത്തെടുത്ത് അപ്പോൾ ഇവിടെ 2 എന്നിനെ പുറത്തെടുക്കാണ്ടില്ല. n² ഇൻറ്റു 3+1/n വരും. പിന്നെ ഇവിടുന്ന് എന്നിനെ പുറത്തെടുക്കാണ്ട് 1 - 2n. അതാണ് ഇവിടെ n² പുറത്ത് കേട്ടോ. ബൈ ഇവിടുന്ന് പുറത്തെടുത്ത് കഴിഞ്ഞാൽ n² 1+3/n എന്ന ഫോമിൽ വരും. ഇനി നമുക്ക് n² കട്ടാക്കാം. ഇനി ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നു, ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി. സ്റ്റെപ്പിങ്ങൊന്നും എഴുതണമെന്നില്ല, നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എഴുതാവുന്നേ ഉള്ളൂ. ഞാൻ കുറച്ച് ഫസ്റ്റ് ക്വസ്റ്റ്യൻ സിംപ്ലിഫൈ മനസ്സിലാവാൻ വേണ്ടി മാത്രം ചെയ്യുന്നു കേട്ടോ. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ ലിമിറ്റ് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നു അല്ലേ. 1+3/n. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാണ്. an-ഉം bn-ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് an-ഉം bn-ഉം ലിമിറ്റ് കണ്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമ്മൾ ആ പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട് അല്ലേ, മൂന്നാമത്തെ പ്രോപ്പർട്ടി അതായിരുന്നു. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 3n പ്ലസ് 1/n-ലെ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 0 ആണ് വരിക. അപ്പം 3+0 എന്ന് വരും. ഇൻറ്റു ഇവിടെ 1 - 0 എന്ന് വരും അല്ലേ. 2/n-ൻ്റെ 1-ൻ്റെ ലിമിറ്റ് 1 തന്നെ വരും. 2/n-ൻ്റെ 0 ആണ് വരിക. ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ 1+0 എന്ന് വരും അല്ലേ. അപ്പം 3+0 3 3 × 1 3/1 എന്ന് വരും അല്ലേ. 3/1 എന്ന് പറഞ്ഞാൽ നമ്മൾ ലിമിറ്റ് എത്ര വരും? 3 വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി sin of πn/2n+1. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ഫിഫ്ത്ത് പ്രോപ്പർട്ടി ആയിട്ട് പഠിച്ചിട്ടുണ്ട്. എന്തുണ്ടായിരുന്നു? എഫ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ ഓക്കെ, ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എ എന്ന് പറഞ്ഞ പോയിന്റിൽ ആ എഫ് കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി f(an)ൻ്റെ ലിമിറ്റ് കാണാൻ വേണ്ടി f(a)ൻ്റെ ലിമിറ്റ് അതിൻ്റെ ഉള്ളിൽ കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ സൈൻ എന്ന് പറഞ്ഞ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷൻ നമുക്ക് ഗ്രാഫ് അറിയാം അല്ലേ. ആ ത്രൂ ഔട്ട് ദ ആർ സൈൻ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ എ എന്ന് പറയുന്ന ഇവിടെ an എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ an നമ്മുടെ സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? πn/2n+1 ആണ്. ഓക്കെ, അതിൻ്റെ ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി πn/2n+1 എന്ന് പറഞ്ഞാൽ എന്താ? എന്നിനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി. ഇവിടുന്ന് എന്നെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ പൈ മാത്രം ബാക്കി. ഇവിടുന്ന് എന്നെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ 2+1/n ഫോമിലായിരിക്കും ഉണ്ടാവുക. n കട്ട് ചെയ്തു. 1/n 0ലേക്ക് പോകും അല്ലേ. അപ്പം ബാക്കി ലിമിറ്റ് അപ്പ് ചെയ്താൽ നമുക്ക് π/2 വരുള്ളൂ അല്ലേ. π/2ൽ ഈ സൈൻ എന്ന ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണ്. ത്രൂ ഔട്ട് ദ ആർ സൈൻ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലിമിറ്റ് കാണാൻ വേണ്ടിയിട്ട് ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി sin πn/2n+1ൻ്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം? ലിമിറ്റ് ഉള്ളോട്ട് എടുക്കാം അല്ലേ. അപ്പം സൈൻ ഓഫ് ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി πn/2n+1 എഴുതാം. ഇത് ലിമിറ്റ് നമുക്ക് എന്താ? π/2 നമ്മൾ ഓൾറെഡി കണ്ടെത്തി. sin π/2 എന്ന് പറഞ്ഞാൽ എന്താ? 1 ആണ്. ഓക്കെ, ഇനി നമുക്ക് കണ്ട ലിമിറ്റ് വാല്യൂറ്റിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി. ഒരു വലിയൊരു nth ടേമാണ് 3n² - 2n+1 ബൈ n × n+1 മൈനസ് n × n+2 n+1 × n+3 ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ടേമുകളൊക്കെ അധികം ഉണ്ട്, അതിനെ സ്ക്വയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെ എളുപ്പത്തിൽ കാണാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? നമ്മൾ നേരത്തെ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ ഉള്ളിലേക്ക് എങ്ങനെയാണ് നമ്മളെ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ നമ്മൾ പഠിച്ചില്ല. അപ്പോൾ ഈ ഒരു f(x) = x² എന്നൊരു ഫംഗ്ഷനായിട്ട് ഞാൻ കൺസിഡർ ചെയ്തു. ഈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫംഗ്ഷനായി കൺസിഡർ ചെയ്തു. അപ്പോൾ ഈ എഫിൻ്റെ ഉള്ളിൽ ഈ ടേം, ഈ nth ടേം, അതുപോലെ ഞാൻ a എന്ന് പറഞ്ഞ ഈ ഫുൾ ടേമിനെ ഞാൻ ഉദ്ദേശിച്ചു. ഓക്കെ, 3n² + 2n+1 ബൈ n × n+1 മൈനസ് n × n+2 ബൈ n+1 × n+3. ഓക്കെ, അപ്പോൾ നമുക്ക് f(a) എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഇവിടെ an² ആണല്ലോ. അപ്പോൾ ഞാൻ ഈ ഒരു എൻ്റെ nth ടേമിനെ ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്തു. കാരണം എന്താ? നമുക്ക് ഇത് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇത് നമ്മളിപ്പം ഡയറക്റ്റായിട്ട് ഇതിൻ്റെ സ്ക്വയർ ചെയ്യുന്നു, ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് വലിയൊരു ബിഗ് ടേം വരും. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ ലിമിറ്റ് കാണുമ്പോൾ ടോട്ടലി അത്
ഫോൾട്ട് ആയി പോകും. അപ്പോൾ അങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് എറർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് സ്ക്വയർ, ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്, ത്രൂ ഔട്ട് ദ ആറിൽ ഇത് കണ്ടിന്യൂസ് ആണ്. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ഈ എ എന്ന് പറയുന്നത് ഞാൻ ഈ ഒരു ടേമായിട്ട് കൺസിഡർ ചെയ്തിട്ട് ഇതിൻ്റെ ലിമിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫംഗ്ഷൻ്റെ ഉള്ളിൽ കൊടുത്താൽ മതി ലിമിറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഉള്ളിലത്തെ എ എന്ന് പറഞ്ഞ ടേമിൻ്റെ എന്ത് കാണാൻ പോവാണ്, ലിമിറ്റ് ഞാൻ സെപ്പറേറ്റ് കാണാൻ പോവാണ്. ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എ. ഓക്കെ, അപ്പോൾ ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എ എന്ന് പറഞ്ഞാൽ എന്താണ്, 3n² മൈനസ് 2n+1 ബൈ n ഇൻറ്റു n+1 മൈനസ് n ഇൻറ്റു n+2 ബൈ n+1 ഇൻറ്റു n+3. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് എളുപ്പത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു, എന്നിനെ പുറത്തെടുത്തിട്ട്, അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ ടേം n² അല്ലേ. അപ്പോൾ നമുക്ക് എപ്പോഴും എന്താ ഡയറക്റ്റായിട്ട് ഇവിടെ ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ടേമാണ്. അപ്പോൾ അങ്ങനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യാറ്, എന്നിനെ സംഖ്യയുടെ അടിയിൽ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവരും. അപ്പോൾ നമുക്ക് ലിമിറ്റ് കൊടുക്കുമ്പോൾ അത് കറക്റ്റ് ഡയറക്റ്റ്ലി 0 ആയി പോകും അല്ലേ. അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാ ടേമെന്നും എന്നിന് അടിയിൽ വരുത്തണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ എന്നിൻ്റെ ഏറ്റവും വലിയ പവർ n² ആണ്. അപ്പോൾ ഞാൻ ന്യൂമറേറ്ററിന് ഇവിടെ n² പുറത്തേക്ക് എടുത്തു. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ ഈവനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈ ടേമിന് സെപ്പറേറ്റ് നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി, ഞാൻ n² പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ n² പുറത്തെടുത്താൽ അവിടെ 3 ബാക്കി ഉണ്ടാവും. ഇവിടുന്ന് ബാക്കി പുറത്തെടുത്ത 2/n, n ഇവിടെ ഉണ്ടാവും വെട്ടിപ്പോലെ 1/n² എന്ന് വരുന്നു, ബൈ ഇവിടുന്ന് എന്നെ പുറത്തെടുത്ത n² ബാക്കി ഉണ്ടാവും 1 + 1/n അല്ലേ. സിമ്പിൾ ആൽജിബ്രിക് കുറച്ച് ഓപ്പറേഷൻസ് മാത്രമേ അവിടെ ചെയ്യുന്നുള്ളൂ അല്ലേ. ഇവിടുന്ന് അതുപോലെ തന്നെ n² എന്നെ പുറത്തെടുത്ത് അവിടെ പുറത്ത് n ഉണ്ട്, n² ആവും. അപ്പോൾ 1 + 2/n എന്ന് വരും, ബൈ ഇവിടുന്ന് n² പുറത്തെടുക്കേണ്ടി വരും, കാരണം ഇവിടെ n ഉണ്ട് ഇവിടെ n ഉണ്ട് അല്ലേ. 1 + 1/n ഇൻറ്റു 1 + 3/n. ഇനി ഡയറക്റ്റായിട്ട് ഞാൻ എന്ത് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാം. ഇവിടെ n² വെട്ടി 1/n വരുന്ന ടൈമൊക്കെ എന്തായി പോകും, അതവിടെ 0ലേക്കായിരിക്കും പോവുക അല്ലേ. 1/n ഉള്ള ടൈമിലൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഇൻഫിനിറ്റി കൊടുത്താൽ 0ലേക്കായിരിക്കും പോവുക ആണല്ലോ. അപ്പോൾ ഇവിടെ 3 ഉണ്ടാവും, ഇവിടെ ബാക്കി 3, 2/n 0 ആയി പോയി, 1/n 0 ആയി പോയി, ഇവിടെ 1 + 1/n 0 ആയി പോകുമ്പോൾ 3 മാത്രം മൈനസ്, ഇവിടെ 2/n 0 ആയി പോയാൽ ബൈ 1 ഉണ്ട്, ഇവിടെ n ഈ ടേം 1/n 0ലേക്ക് പോയി, 3/n 0ലേക്ക് പോയി. അങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ലിമിറ്റ് കൊടുത്താൽ മതി അല്ലേ. ഇത് മൾട്ടിപ്ലിക്കേഷൻ റൂൾ വെച്ചിട്ട് രണ്ട് സീക്വൻസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലിമിറ്റ് സെപ്പറേറ്റ് ആയി കൊടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1/n 0 പോയി, ബാക്കി 1 ഉള്ളൂ. ഇവിടെ 3/n 0ലേക്ക് പോയി അല്ലേ. n വരുന്നതുകൊണ്ട് ലിമിറ്റ് എടുക്കുമ്പോൾ 0ലേക്ക് പോകും. നേരത്തെ പ്രോപ്പർട്ടി പഠിച്ച 1/n കേസ് തന്നെ. പിന്നെ 1 ഉള്ളൂ, അപ്പോൾ 3 - 1 ബാക്കി വരും, അപ്പം 2 അല്ലേ. അപ്പോൾ നമുക്ക് ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എന്നിൻ്റെ കണ്ടു, പക്ഷെ നമുക്ക് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്താ, ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി സ്ക്വയർ ആണ്, എഫിൻ്റെ ഉള്ളിൽ an ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, എഫ് ഓഫ് ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി a എന്ന് പറയാം. ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 2 ആണ്, അപ്പം എഫ് ഓഫ് 2 കണ്ടാൽ മതി. എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ എന്താ, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ x² എന്നാണ്. അപ്പോൾ എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ ഇത് 4 ആയിട്ടായിട്ടും വരും. നമ്മൾ അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി e⁻n അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ആറിൻ്റെ ഒരു പ്രോപ്പർട്ടി, ആർ എന്ന് പറഞ്ഞത് മോഡുലസ് r <1, അതായത് -1-ൻ്റെയും 1-ൻ്റെയും ഇടയിലാണ് നമ്മളുടെ ആറെങ്കിൽ അതെങ്ങനെയാണ്, എവിടേക്കാണ് 0ലേക്കായിരിക്കും കൺവേർജ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി നമ്മൾ ലിമിറ്റിൻ്റെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ e⁻1 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി e⁻n അല്ലേ. അപ്പോൾ നമുക്ക് 1/e n എഴുതാം അല്ലേ. എന്താ 1/e എന്ന് പറഞ്ഞാൽ, e എന്ന് പറഞ്ഞാൽ 2 ആണ് വാല്യൂ നമുക്കറിയാം അല്ലേ. അപ്പോൾ 1/2 എന്നാൽ എപ്പോഴും 1-നെക്കാട്ടിലും ചെറുതായിരിക്കും. അപ്പോൾ ഈ ഒരു ടേം എന്ന് പറഞ്ഞാൽ ശരിക്കും 1-നെക്കാട്ടിലും 0ൻ്റെ ഇടയിലുള്ള ഏതൊരു ടേമിൻ്റെ എക്സ്പോണൻഷ്യൽ n വരുന്ന സീക്വൻസ് ആണ് അല്ലേ. അപ്പോൾ 6 നമ്മൾ നേരത്തെ പഠിച്ചു, ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി r going to 0 when mod r <1, അതായത് 0ൻ്റെയും 1ൻ്റെയും ഇടയിലാണ് r. ഇതേപോലെ തന്നെ ഇവിടെ ഈ വാല്യൂ എത്ര വരുന്നത്, 0ൻ്റെയും 1ൻ്റെയും ഇടയിലല്ലേ. അപ്പോൾ പവർ n വരുമ്പോൾ 0ലേക്ക് പോകും അല്ലേ. അപ്പോൾ 0ൻ്റെയും 1ൻ്റെയും ഇടയിലുള്ള സാധനത്തിൻ്റെ എക്സ്പോണൻഷ്യൽ അത് മൾട്ടിപ്ലൈ ചെയ്ത് പോകുമ്പോൾ അത് ഇങ്ങോട്ട് പോകുന്ന പറഞ്ഞാൽ ലിമിറ്റ് 0ലേക്ക് പോകുന്നതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ആ പ്രോപ്പർട്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തായി, ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി e⁻n എന്തായി 0. കണ്ടോ, ഒറ്റ ലൈൻ നമുക്ക് ഇങ്ങനത്തെ വലിയ പ്രോബ്ലം നമുക്ക് പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി e + 2/3
റേസ് ടു എൻ ഓൾ റേസ് ടു 4. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ഉപയോഗിച്ച പ്രോബ്ലം തന്നെ ഈൻ്റെ എന്താ നമ്മൾ നോക്കണം. പ്ലസ് 2/3 ഓൾ റേസ് ടു എൻ ആണ്. അപ്പോൾ 2/3 എന്താ 1-നെക്കാട്ടിലും ചെറുതാണ്. പവർ 4. അപ്പോൾ നമുക്ക് ഇതൊരു ഫംഗ്ഷൻ ആക്കി എടുക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ഫംഗ്ഷൻ നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് റേസ് ടു 4 എന്ന് കൊടുക്കാം. എന്നിട്ട് ഈ എഫിൻ്റെ ഉള്ളിലുള്ള nth ടേം എന്താക്കാം, an ഈസ് ഈക്വൽ ടു ഇ പ്ലസ് നേരത്തെ ചെയ്ത പോലെ തന്നെ 2/3 ഓൾ റേസ് ടു n കൊടുക്കാം അല്ലേ. അപ്പോൾ നമുക്കിവിടെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇ പ്ലസ് 2/3 ഓൾ റേസ് ടു n എന്ന് പറഞ്ഞാൽ എന്താ വരിക എന്ന് നോക്കിയോ. ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി ഈ ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ n പ്ലസ് 2/3 എന്ന് പറഞ്ഞാൽ എന്താ 1-നെക്കാട്ടും ചെറുതാണ്, പവർ n ആണ് വരുന്നത്. അങ്ങനത്തെ സീക്വൻസിൻ്റെ ലിമിറ്റ് 0ലേക്ക് പോകും. അപ്പോൾ ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി an എന്താ വരിക, ഇറ്റ് ഈസ് ജസ്റ്റ് ഇ എന്ന് വരും. ഓക്കെ, നമുക്ക് പക്ഷേ കാണേണ്ട റേസ് 4ൻ്റെ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ എന്താ കാണേണ്ടത്, ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി റേസ് 4 കാണാൻ എഫ് ഓഫ് എ എന്ന് കണ്ടാൽ പോലെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് 4 ആയില്ലേ. അപ്പോൾ അതെന്ത് ലിമിറ്റ് എഫ് ഓഫ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി നമ്മളെ സീക്വൻസ് എന്താ ഇ പ്ലസ് 2/3 ഓൾ റേസ് ടു n കണ്ടാൽ മതി അല്ലേ. ഇത് തന്നെയല്ലേ പവർ 4 വരുന്നത്. അത് നമുക്ക് ഉള്ളോട്ട് എടുക്കാം. ഇതിന് നമുക്ക് എന്ത് കിട്ടി, 2/3 ഇ ആണ് കിട്ടി. എഫ് ഓഫ് ഇ, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് 4 ആണ്. എഫ് ഓഫ് ഇ എന്ന് പറഞ്ഞാൽ ഇ പവർ 4 എന്നാണ് വരിക. നമ്മൾ ഇനി ഒരു ടെസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. അത് കമ്പാരിസൺ ടെസ്റ്റ്. ഒരു സീക്വൻസിൻ്റെ ലിമിറ്റ് കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് കമ്പാരിസൺ ടെസ്റ്റ്. ഇതിൻ്റെ പേര് പോലെ തന്നെ മറ്റൊരു സീക്വൻസായി കമ്പയർ ചെയ്ത് മറ്റൊരു സീക്വൻസിൻ്റെ ലിമിറ്റായിട്ട് മറ്റൊരു സീക്വൻസിൻ്റെ കൺവേർജിങ് പോയിൻ്റായിട്ട് കൺവേർജ് ചെയ്തിട്ട് നമ്മളെ സീക്വൻസിൻ്റെ ലിമിറ്റ് കാണുന്ന മെത്തേഡാണ് കമ്പാരിസൺ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനുവേണ്ടി നമുക്ക് AN BN എന്ന് പറഞ്ഞിട്ട് രണ്ട് സീക്വൻസ് നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് കാണേണ്ടത് BN എന്ന് പറഞ്ഞ സീക്വൻസിൻ്റെ ലിമിറ്റാണ്. ഓക്കെ, ഇനി നമുക്ക് AN കുറിച്ച് ചില കാര്യങ്ങളൊക്കെ. ലിമിറ്റ് ഈ സീക്വൻസ് A എന്ന് പറഞ്ഞാൽ സീക്വൻസ് ANൻ്റെ ലിമിറ്റ് സീക്വൻസ് ANസ് കൺവേർജ് ചെയ്യുന്നത് ഇതിലേക്കാണ്, 0ലേക്കാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ സീക്വൻസ് BNൻ്റെ എല്ലാ ടേമും സീക്വൻസ് ANനെക്കാട്ടിലും ചെറുതാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ മോഡുലസ് ചെറുതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി എക്സിസ്റ്റ് ചെയ്യുക. അതായത് സീക്വൻസ് A1 എന്ന് പറഞ്ഞാൽ എപ്പോഴും B1-നെക്കാട്ടിലും വലുതായിരിക്കണം, A2 എന്ന് പറഞ്ഞാൽ എപ്പോഴും B2-നെക്കാട്ടിലും വലുതായിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ലിമിറ്റ് AN എന്ന് പറഞ്ഞ സീക്വൻസിൻ്റെ ലിമിറ്റ് 0ലേക്ക് പോകുന്നു. അതുപോലെ തന്നെ B എന്ന് പറഞ്ഞാൽ സീക്വൻസ് ANനെക്കാട്ടിലും ചെറുതാണ്. B എന്ന് പറഞ്ഞാൽ ഏതൊരു പോയിന്റ് ടേം എടുത്താലും സീക്വൻസ് ടേം എടുത്താലും കറസ്പോണ്ടിങ് ആയ AN ടേമിനേക്കാളും ചെറുതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ദെൻ നമുക്ക് എന്ത് പറയാം, നമ്മുടെ BNലേക്കുള്ള BNൻ്റെ കൺവേർജിങ് പോയിൻറ്റും അല്ലെങ്കിൽ ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി BNും 0 ആയിരിക്കും. ഈ ഒരു റിലേഷൻ വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാം. അപ്പോൾ നമ്മളെ കമ്പാരിസൺ ടെസ്റ്റ് എത്രയേ പറയുന്നുള്ളൂ, ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി AN 0 ആണ്, AN 0ലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ANനെക്കാട്ടിലും ചെറുതായിട്ടുള്ള ഏതൊരു സീക്വൻസ് എടുത്താലും അതും എന്തിലേക്ക് കൺവേർട്ട് ചെയ്യും, 0ലേക്ക് കൺവേർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഈ കമ്പാരിസൺ ടെസ്റ്റ് വെച്ച് നമുക്ക് ചില ലിമിറ്റുകൾ കാണണം. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി നമ്മൾ സൈൻ n ഓഫ് ഹോൾ സ്ക്വയർ ബൈ n+2. ഇതാണ് നമ്മൾക്ക് ലിമിറ്റ് കാണുന്നത്. നമ്മുടെ സീക്വൻസിൻ്റെ nth ടേം എന്ന് പറഞ്ഞാൽ എന്താണ്, സൈൻ n ഹോൾ സ്ക്വയർ ബൈ n+2 എന്നാണ് അല്ലേ. അപ്പോൾ ഇത് പറഞ്ഞ സൈൻ n എന്ന് പറഞ്ഞാൽ ഒരു -1നും +1നും ഇടയിൽ ഇങ്ങനെ പീരിയോഡിക്കലി മാറുന്ന ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് അല്ലേ. അതാണ് നമ്മളെ ന്യൂമറേറ്ററിൽ. ഡിനോമിനേറ്റർ n+2 എന്നൊരു അൽജിബ്രിക് എക്സ്പ്രഷനും ഉണ്ട് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ലിമിറ്റ് കാണണം. അപ്പോൾ നമ്മളെ ചില പ്രോപ്പർട്ടികളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഡയറക്റ്റായി കാണാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. നേരത്തെ നമ്മൾ ലിമിറ്റിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ഒരുപാട് ലിമിറ്റിൻ്റെ സൊല്യൂഷൻ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്ത്. ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിക്കും ആണല്ലോ. അപ്പോൾ ശ്രദ്ധിക്കുക, സൈൻ n ഹോൾ സ്ക്വയർ ബൈ n+2 ആണ് നമ്മളെ nth ടേം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മോഡുലസ് അല്ലേ, നമ്മൾ മോഡുലസ് അപ്പോൾ ഇതിനെക്കാട്ടിലും വലിയൊരു സീക്വൻസ് വരികയും ആ സീക്വൻസ് 0ലേക്ക് കൺവേർട്ട് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ ഈ സീക്വൻസും 0ലേക്ക് ആയിരിക്കില്ല കൺവേർട്ട് ചെയ്യുക. അതല്ലേ കമ്പാരിസൺ ടെസ്റ്റ് പറയുന്നത്. BNനെക്കാട്ടിലും വലിയൊരു സീക്വൻസ് AN വരികയും BNൻ്റെ മോഡുലസിനെക്കാളും വലുതാണ് ANൻ്റെ മോഡുലസ്. അതുപോലെ തന്നെ AN 0ലേക്കും പോവുകയാണെങ്കിൽ BNും 0ലേക്ക് പോകും അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെക്കാട്ടിലും വലിയൊരു സീക്വൻസ് പറയാൻ കഴിയും.
ആ സീക്വൻസ് സീറോയിലേക്ക് പോകുമെന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ലിമിറ്റ്, ഈ സീക്വൻസിൻ്റെ ലിമിറ്റ് സീറോയിലേക്ക് പോകാമെന്ന് നമുക്ക് പറയാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സാധനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ, ഇതിൻ്റെ ഒരു മോഡുലസ് കണ്ട് നമുക്കറിയാം സൈൻ എൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും, മിനിമം വാല്യൂ എന്ന് പറയുന്നത് -1 ആയിരിക്കും, ആണല്ലോ. അപ്പോൾ സൈൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എടുക്കാൻ പറ്റുന്ന മാക്സിമം വാല്യൂ അതായിരിക്കും 1 അല്ലേ. സൈൻ്റെ എങ്ങനെയാണ് വരിക? sin 0 0 ആയിരിക്കും. ഇത് ഇങ്ങനെയല്ലേ പോവാം, ഇതിൻ്റെ ഗ്രാഫ് ഇങ്ങനെയല്ല, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിട്ട്. ഇതെന്താ വരിക? ഇവിടെ +1ഉം ഇത് -1ഉം അല്ലേ. അപ്പോൾ ഈ ഗ്രാഫ് എടുക്കുന്ന ഏറ്റവും വലിയ വാല്യൂ +1ഉം മിനിമം വാല്യൂ -1 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ആൾജിബ്ര എക്സ്പ്രഷൻ ഏറ്റവും വലിയ വാല്യൂ ന്യൂമറേറ്ററിൽ വലിയ വാല്യൂ വരുമ്പോൾ നമുക്ക് ഈ ടോട്ടൽ ടേമിൻ്റെ വാല്യൂ ഏറ്റവും വലുതാവും അല്ലേ. അപ്പോൾ സൈൻ എന്നിന് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് 1 ആയിരിക്കും. അപ്പോൾ സൈൻ ഹോൾ സ്ക്വയറിന് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ വാല്യൂ എന്തായിരിക്കും? 1² 1 തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് പറയാം ഇതിനെക്കാട്ടും സൈൻ എന്നിൻ്റെ ഏറ്റവും മാക്സിമം വാല്യൂ 1 കൊടുത്തു. അപ്പോൾ നമുക്ക് ഇതിനെക്കാട്ടും വലുതായിരിക്കും അല്ലേ. നമ്മളിപ്പോൾ എഴുതാൻ പോകുന്ന എക്സ്പ്രഷൻ്റെ nth ടേം എന്ന് പറയുന്നത് ഇതിനെക്കാട്ടും വലുതായിരിക്കും. അപ്പോൾ 1/n+2 എന്തിനെക്കാട്ടും വലുതായിരിക്കും? sin n/n+2 വലുതായിരിക്കും. കാരണം ന്യൂമറേറ്ററിൽ ഇതിൻ്റെ ഏറ്റവും മാക്സിമം വാല്യൂ എപ്പോഴും വരുന്നുണ്ട്. ഇവിടെ മാക്സിമം വാല്യൂ 1 - 1 ഇടയിൽ ഈ വാല്യൂ എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമല്ലോ, എന്നിൻ്റെ വാല്യൂ മാറുന്നതനുസരിച്ചിട്ട്. പക്ഷേ ഇവിടെ അതിലത്തെ ഏറ്റവും വലിയ മാക്സിമം വാല്യൂ ആണ് നമ്മൾ ന്യൂമറേറ്ററിൽ കൊടുത്തത്. അപ്പോൾ എന്ത് പറഞ്ഞാൽ ഈ ടേമിനെക്കാട്ടും വലുതായിരിക്കും ഈ ടേമിൻ്റെ മോഡുലസ് അല്ലേ. ഇനി നോക്കുക, ഇവിടെ n+2 ആണ്. അപ്പോൾ ഈ ഒരു ടേം ഏറ്റവും മാക്സിമം ആവും എപ്പോഴാണ്? ഡിനോമിനേറ്ററിൽ മിനിമം വാല്യൂ വരുമ്പോൾ, ഡിനോമിനേറ്റർ എന്നാൽ ഹരിക്കാന്നല്ല അർത്ഥം. അപ്പോൾ ഡിനോമിനേറ്ററിൽ മിനിമം വാല്യൂ വരുമ്പോഴാണ് ഈ വാല്യൂൻ്റെ വാല്യൂ മാക്സിമം ആകും. അപ്പോൾ 1/n+2നെക്കാട്ടിലും വലുതായിരിക്കും 1/n അല്ലേ. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഈ നമുക്ക് കിട്ടിയ ഈ nth ടേമിൻ്റെ ന്യൂമറേറ്ററിലെ ഏറ്റവും മാക്സിമം വാല്യൂ കൊടുത്ത് ഡിനോമിനേറ്ററിലെ ഏറ്റവും മിനിമം വാല്യൂ നമ്മൾ കൊടുത്തു അല്ലേ. ഇനി നമുക്ക് എന്ത് പറയാൻ പറ്റും? നമുക്കറിയാം ലിമിറ്റ് n → ∞ 1/n എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ നമ്മൾ കമ്പാരിസൺ ടെസ്റ്റ് കൊണ്ടുവരുന്നു. നമുക്ക് കാണേണ്ട bnൻ്റെ സ്ഥാനത്ത് ഈ ഒരു nth ടേം എടുക്കുക. a എന്ന് പറഞ്ഞാൽ എന്താ? 1/n ആണ്. അപ്പോൾ a എന്ന് പറഞ്ഞ ടേം 1/n-ഉം അത് ലിമിറ്റ് n → ∞ 1/n 0 ആണ്. അപ്പം ബൈ കമ്പാരിസൺ ടെസ്റ്റ് നമുക്ക് എന്ത് പറയാം? ലിമിറ്റ് n → ∞ bn എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഇവിടെ നമ്മളടുത്ത് sin n² എന്ന് പറയുന്നത് 0ലേക്ക് കൺവേർജ് ചെയ്യും, ഓർ ഈക്വൽ ടു 0 എന്ന് പറയാം. ഓക്കെ, ഇനി കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിച്ച് ചെയ്യാവുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ട ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് n → -1 all⁻n + n/n. ഇതാണ് നമ്മുടെ ലിമിറ്റ് അല്ലേ. അപ്പോൾ നേരത്തെ ലിമിറ്റിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എങ്ങനെ എഴുതാം? ഇതിനെ സ്പ്ലിറ്റ് ചെയ്തതിൽ കൂടെ ലിമിറ്റ് n → എന്ത് വരും? -1 all⁻n/n + n/n വരും, +1 വരും അല്ലേ. ഇതാണ് നമുക്ക് ലിമിറ്റ് കാണേണ്ടത്. അപ്പോൾ ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഒന്നുകൂടി ഉള്ളോട്ട് സ്പ്ലിറ്റ് ചെയ്ത് നേരത്തെ ഉപയോഗിച്ച അതേ ലിമിറ്റിൻ്റെ പ്രോപ്പർട്ടി -1 all⁻n പ്ലസ് ലിമിറ്റ് n → 1, അത് 1 തന്നെ വരും അല്ലേ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് എന്ത് വരും? 1 + ലിമിറ്റ് n → -1 all⁻n/n ആണല്ലോ. അപ്പോൾ ഈ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ പറ്റി? നമ്മൾ ടോട്ടൽ ഇതിൻ്റെ ലിമിറ്റ് എങ്ങോട്ടാണ് പോകാൻ കിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ലിമിറ്റ് മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ ആ ലിമിറ്റ് സെപ്പറേറ്റ് ആയി കാണാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിക്കുന്നു അല്ലേ. അപ്പോൾ ഇതാ, അപ്പോൾ നമുക്ക് കാണേണ്ട സാധനം -1 all⁻n/n. അപ്പോൾ ഇതിനെക്കാട്ടിൽ എപ്പോഴും വലുതായിക്കൊണ്ടിരിക്കുന്ന ഒരു ലിമിറ്റ് കാണുക. ഈ ഒരു സീക്വൻസിനെക്കാട്ടിലും എപ്പോഴും എല്ലാ ടേമും വലുതായിരിക്കുന്ന ഒരു സീക്വൻസ് കാണുക. ആ സീക്വൻസിൻ്റെ മോഡുലസ് ലെസ് = വന്നാൽ മതി അല്ലേ. അപ്പോൾ അങ്ങനെ സീക്വൻസ് കാണുക. ആ സീക്വൻസിൻ്റെ ലിമിറ്റ് 0 ആണെങ്കിൽ ഈ സീക്വൻസ് 0ലേക്ക് പോകും അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ bn ആക്കിയെടുക്കുക. നമ്മളെ bn എന്ന് പറഞ്ഞാൽ -1 all⁻n/n ആണ്. ഇനി ഇതിനെക്കാട്ടും എപ്പോഴും വലുതായിക്കൊണ്ടിരിക്കുന്ന a എന്ന് പറഞ്ഞ സീക്വൻസ് ഉണ്ടാക്കിയാൽ മതി, ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു മോഡുലസ് എടുത്ത് നമുക്കറിയാം ഇവിടെ -1 all⁻n അല്ലേ. അപ്പോൾ ഇവിടെ എപ്പോഴും ഇതിൻ്റെ വാല്യൂസ് -1 +1 -1 +1 കൊണ്ട് എന്നിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ന്യൂമറേറ്ററിൽ കിട്ടുന്ന ഏറ്റവും വലിയ വാല്യൂ 1ഉം മിനിമം വാല്യൂ -1ഉം. അപ്പോൾ ഈ ഒരു ടൈം ഏറ്റവും മാക്സിമം ആക്കാവുന്ന എപ്പോഴും എന്ത് വരുമ്പോഴായിരിക്കും? +1 വരുമ്പോഴായിരിക്കും അല്ലേ. -1 വരാം, പക്ഷേ നമ്മളെടുക്കുന്ന nth ടൈമിൽ +1 മാത്രം കൊടുത്തു. അപ്പോൾ നമ്മൾ ഏതോ ടൈം എടുത്തു കഴിഞ്ഞാലും ഈ ടേമിനെക്കാട്ടിലും വലുതായിരിക്കും ഈ സീക്വൻസിൻ്റെ ടൈം വരിക. ഓക്കെ, ഇനി നോക്കാം. ഇനി എന്താ വരിക? ഈ ഒരു റിലേഷൻ വെച്ചിട്ട് നമുക്ക് എന്താ? ഇത് നമ്മളെ bn ആണ്, ഇത് നമ്മളുടെ an ആണ് അല്ലേ. ഇവിടെ നമുക്ക് എന്താ? ലിമിറ്റ് n → ∞ an, അതായത് ലിമിറ്റ് n →
1/n 0യിലേക്കാണ് പോകുന്നത്. നമ്മൾ കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിക്കുന്നു. അപ്പോൾ an 0യിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്ത് പറയാം, ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി -1 ഓൾ റേസ് n/n 0യിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു സാധനം ലിമിറ്റ് 0യിലേക്ക് പോകും. അവിടെ നമ്മൾ കമ്പാരിസൺ ടെസ്റ്റ് യൂസ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്തായിരുന്നു 1 + ഈ ലിമിറ്റ് ആയിരുന്നു കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് ലിമിറ്റ് എന്താ വരിക, ലിമിറ്റ് എന്താ 1 + 0 1 എന്ന് വരും. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കമ്പാരിസൺ ടെസ്റ്റ് വേറൊരു ലിമിറ്റിൻ്റെ nth ടേം കൊണ്ടുവന്നു, അതിൻ്റെ എല്ലാ ടേമും ഈ ലിമിറ്റിനെക്കാട്ടിലും വലുതാണെന്ന് കാണിക്കുന്നു, എന്നിട്ട് അതിൻ്റെ ലിമിറ്റ് 0യിലേക്ക് പോകുന്നുണ്ട്. ഇതിനെക്കാട്ടും ചെറിയ ടേമുള്ള സീക്വൻസ് 0യിലേക്കാണ് പോകുന്നതെന്ന് പറയുന്നു. അത് വെച്ചിട്ടാണ് അങ്ങനെയാണ് നമ്മൾ കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിക്കുന്നത്.